അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം ബ്ലോക്കിനെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. അങ്ങാടിപ്പുറം ബ്ലോക്കും ആ പാലും. അപ്പോൾ ഇന്ന് എന്താപ്പോൾ നമ്മളെ ഈ അങ്ങാടിപ്പുറം ഓൾറെഡി ആ പാലം പൊളിച്ചാൽ നമുക്ക് കാര്യമായിട്ട് ഗതാഗതത്തിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് അവരവിടെ നമ്മളെ പാലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ കുഴികളുണ്ടായിരുന്നു. ആ കുഴികൾ നികത്താൻ വേണ്ടി ഇൻ്റർലോക്കിൻ്റെ പണി അവിടെ നടന്നു. 2 ആഴ്ച ഗതാഗതം നിർത്തി വെച്ചിട്ടാണ് ആ പണി അവിടെ കഴിച്ചത്. പക്ഷെ ഒരു സാധാരണക്കാരന് എന്നൊരു നിലയ്ക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു അവിടെയുള്ള ആ കൊണ്ടുപോയി നികത്തുന്നതിന് മുന്നേ, അതായത് ആ ഒരു പാലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ കുറേ കൊണ്ടുപോയി ഉണ്ടായില്ലേ. പക്ഷേ അതേപോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് കുഴികളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പാലം സ്റ്റാർട്ട് ചെയ്യേണ്ട ടാറിങ്ങിൽ ഒരുപാട് കുഴികളുണ്ടായിരുന്നു. ഇവരെന്താ കാട്ടിയറിയോ, ഈ ഒരു കുറേ കുഴികളിലോട്ട് മാത്രം ഇൻ്റർലോക്ക് കിട്ടും. ഈ പറഞ്ഞ ടാറിങ്ങുള്ളിടത്തുള്ള കുഴികളൊന്നും ഇവർ ടാർ എഴുതിയില്ല. ഇപ്പം എന്തായി, ഇവർ ശാശ്വത പരിഹാരത്തിന് ഇവരുടെ വണ്ടികളൊക്കെ ഈ കുയിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അപ്പോൾ ഈ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരമാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇൻ്റർലോക്ക് ഇട്ട്. ശരിയാണ്, 1-2 ദിവസങ്ങൾ നല്ല ആശ്വാസമായിട്ട് ഒരു ബ്ലോക്ക് ഇല്ലാതെ പോയിരുന്നു. പിന്നെ മഴക്കാലല്ലേ, ഇവർ ഈ ടാറ് ചെയ്യാത്ത ഈ കുഴികൾ വീണ്ടും വലിയ കുഴികളായി രൂപപ്പെട്ട് ഇപ്പം പഴയതുപോലെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളതിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ മേലെ ഭാഗം കാണുന്നില്ലേ, രാത്രി 11 മണിക്കും 12 മണി വരെ ഇപ്പോൾ പഴയതുപോലെ ബ്ലോക്കാണ്. നിങ്ങൾക്ക് ഞാനൊരു രാഷ്ട്രീയക്കാരനെ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ അല്ല പറയണ്ടേ, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, നിങ്ങളൊക്കെ തിന്നിട്ട് മണ്ണാണോ? നിങ്ങളെ തലയിലൊന്നും ഒന്നുമില്ലേ? ആ പണി 2 ആഴ്ച അവിടെ പൂട്ടിയിട്ടപ്പോൾ ഈ പറഞ്ഞ ടാറിങ്ങും പാടങ്ങ് കഴിച്ചുകൂടാനോ? ഇപ്പോൾ വീണ്ടും ബ്ലോക്കായില്ലേ, അതിനിപ്പോൾ തോനെ പൈസ ഒക്കെ വേണോ? എന്തെങ്കിലും ഒരു അർജൻറ്റ് ഫണ്ടൊക്കെ പറഞ്ഞിട്ട് അതും പാടെ പണി കഴിച്ചുകൂടെ? അല്ലെങ്കിൽ തന്നെ ഇവിടെ നടക്കേണ്ട അഴിമതികൾ നമുക്ക് നല്ലോണം അറിയാം. ഞാനൊരു കോൺട്രാക്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു 5 ലക്ഷത്തിൻ്റെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5 ലക്ഷത്തിൻ്റെ വർക്ക് നടക്കുകയാണെങ്കിൽ അതിൽ 2 ലക്ഷം ചിലവായിട്ടുണ്ടാവുള്ളൂ, ബാക്കി 3 ലക്ഷം മറ്റുള്ളവരെ പോക്കറ്റുകളിൽ തന്നെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞ നഗരസഭനെ കുറ്റം പറയില്ല, എന്തെങ്കിലും ചിന്തിച്ചൂടെ? ഇത്രയും 2 ആഴ്ച പൂട്ടിയിട്ടല്ലേ. നമ്മൾക്ക് ഒരു ബൈക്ക് കൊണ്ട് ഞാൻ ഡെയിലി പോകേണ്ട ഒരാളാണ്, നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഇട്ട് നമ്മൾ പോകും. പക്ഷേ ഈ ഓട്ടോറിക്ഷക്കാർ, കാറേര്, ബസ്സേര്, രാത്രി പോകുന്ന ട്രക്കേര്, ആംബുലൻസേര്, ഇവരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. എത്ര നേരമാണ് ആ കാറേരൊക്കെ അവിടെ, വലിയ വണ്ടിക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഈ ചെയ്തത് പൊട്ടത്തരാണോ എന്നുള്ളത്. നിങ്ങളതിൽ പോകേണ്ട ആൾക്കാർ കുറേ അതിൽ ഡെയിലി പോകേണ്ട ആൾക്കാരുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ മറ്റോടത്തൊക്കെ കൂടുതൽ കുഴിയാൽ ചെറിയ കുഴികളൊക്കെ വലിയ കുഴികളായി രൂപപ്പെട്ട് വീണ്ടും പഴയപോലെ ബ്രേക്ക് ഡൗൺ ആയിട്ട് വീണ്ടും വണ്ടികൾ ബ്ലോക്ക് ആവുകയാണെന്നേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തി.